ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 107ാമത്തെ ക്ലാസ്സിലേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ഈ ദിവസങ്ങളിൽ ക്ലാസ് എടുക്കുന്നത് അന്യഭാഷയുടെ പ്രാധാന്യത. 1 കൊരിന്ത്യർ 14-ാം അധ്യായം 26-ാം വാക്യം വായിക്കുമ്പോൾ, ആകയാൽ എന്റെ സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തന് സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീയ വർദ്ധവിന് ഉതകട്ടെ. ഇവിടെ കൂടി വരുമ്പോൾ അന്യഭാഷ സംസാരിക്കണമെന്ന് പൗലോസ് പറയുന്നത് ആരാധനയിൽ ഒളിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു ഭാഗമാണ് അന്യഭാഷ എന്ന് ദൈവവചനത്തിലൂടെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇത് വാഞ്ചിക്കുക, പ്രാപിക്കാനെന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 12:10. കൃപാവരങ്ങളിൽ ഏറ്റവും പ്രാധാന്യമായത് 9 എണ്ണമാണ്. അത് ദൈവത്തിൽ നിന്നും ദൈവം ദാനമായി കൊടുക്കുന്നതാണ്. ഈ കൃപാവരങ്ങളെ പറ്റി പഠിച്ചാൽ സ്നാനപ്പെട്ട് രക്ഷയിലേക്ക് കടന്നു വരുന്നവർക്ക് ഇതിൽ ഒന്നിലധികം വരം ദൈവം കൊടുത്തിരിക്കും. ഉദാഹരണം, വിശ്വാസം ഇല്ലാതെ സ്നാനപ്പെടാൻ സാധിക്കുമോ? എല്ലാവർക്കും വിശ്വാസമുണ്ട്. ആയതുകൊണ്ട് ദൈവമക്കളായിരിക്കുന്ന എല്ലാവർക്കും 9 കൃപാവരങ്ങളിൽ ഏതെങ്കിലും ദൈവം തന്നിരിക്കും. എന്നാൽ അടുത്ത കാലത്തെ കൃപാവര പ്രാപ്തന്മാർ എന്ന് കുറച്ച് ആൾക്കാരെ അഭിനയിച്ച് നടക്കുന്നുണ്ട്. ബൈബിളിൽ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കാണുന്നില്ല. അവരെ തെറ്റായ പഠിപ്പിയിലാണ് പലരും അഭിസംബോധന ചെയ്യുന്നത്. കൃപാവര പ്രാപ്തനായ ഇന്നയാളെന്ന് അങ്ങനെ ബൈബിളിനകത്ത് പറഞ്ഞിട്ടില്ല എന്നൊന്നുകൂടെ ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം അതത് വരം ഓരോരുത്തർക്ക് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഓരോരുത്തർക്ക് പകർന്നു കൊടുക്കുകയാണ്. പ്രാപ്തൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് വേണ്ടി ഗവേഷണം ചെയ്യുകയോ പഠിക്കുകയോ ആ പരീക്ഷയൊക്കെ പാസ്സാകുന്ന ഒരുവനാണ് അതിൽ പ്രാപ്തൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പരീക്ഷയും എഴുതിയില്ല, തമ്പുരാന്റെ സന്നിധി കടന്നു ചെന്നു, ദൈവം തമ്പുരാൻ കൃപാവരം കൊടുത്തു, അത് പ്രാപ്തനാന്ന് പറഞ്ഞാൽ ദുരുപദേശമാണ്. ഇനിയുമെങ്കിലും ആ കാര്യത്തിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത്, തങ്ങൾ മറ്റുള്ള ശുശ്രൂഷകന്മാരെക്കാൾ ഏതോ ഉയർന്ന പടിയാണെന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ഏറ്റവും അധികം സ്വർഗത്തിൽ ചെല്ലുന്ന സമ്മാനം കിട്ടുന്നത് അനേകരെ നീതിയിലേക്ക് നടത്തിയവർ, നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നും ശോഭിക്കും.
കൃപാവര പ്രാപ്തന്മാർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുമെന്നൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മൾ അനവധി ആളുകളെ നീതിയിലേക്ക് നടത്തത്തക്കവണ്ണം നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിച്ചാൽ നിത്യതയിൽ അനേകം നക്ഷത്രങ്ങളെ നമുക്ക് നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. 1 കൊരിന്ത്യർ 14:1. അന്യഭാഷ അഭിവാചിക്കേണ്ട വരങ്ങളിൽ ഒന്നത്രേ. വിശ്വാസികൾ അന്യഭാഷ പ്രാപിക്കുന്നതിന് സഭകളിൽ പ്രത്യേകമായ പ്രാർത്ഥനകൾ ക്രമീകരിക്കണം. അതിനുവേണ്ടി വർഷങ്ങൾക്ക് മുമ്പേ അതിനവസരങ്ങൾ അതത് ലോക്കൽ സഭകൾ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഓർക്കാവുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ പറയുന്നൊരു കാര്യമാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാന നാമത്തിൽ സ്നാനപ്പെട്ട ഒരു കൂട്ട സംഘം. ഞാൻ ഈ സംഘം എന്നൊക്കെ പറയുമ്പോഴേ ഇത് ബൈബിളിലെ ഒരു വാക്കാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. ആ കാലത്തെ ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ, എന്നാൽ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ശേഷം സംഘം എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല, സഭ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു സ്ഥലത്ത് പോലും സംഘമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ നോക്കുമ്പോൾ റോമാ സഭ, കൊരിന്ത്യ സഭ, ഗലാത്യ സഭ, എഫേസ്യ സഭ, ഇങ്ങനെ സഭ എന്നാ പറഞ്ഞിരിക്കുന്നത്, സംഘം എന്ന് പറഞ്ഞിട്ടില്ല. ഉടനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കാത്ത എത്ര ആള് കൂടിയെന്ന് പറഞ്ഞാലും വിശുദ്ധ വേദപുസ്തക പ്രകാരം ഇപ്പോഴും അവരെ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ. കാരണം ഇവർക്ക് പണ്ടെങ്ങാണ്ട് അബദ്ധം പറ്റിയത് കൊണ്ട് അബദ്ധം അങ്ങനെ പിൻപറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് ഞാൻ ദൈവവചനത്തിലൂടെ പറയുന്നു, ഒരു ദൈവ പൈതലിന്റെ ആത്മീയ നിലനിൽപ്പെന്ന് പറയുമ്പോൾ ആത്മ നിറവിലുള്ള സന്തോഷമാണ്. അവൻ്റെ ഏത് പ്രയാസത്തിന് നടുവിലും അല്പനേരം കടന്നു വന്ന് അവൻ അന്യഭാഷയിൽ ആത്മാവിൽ ആരാധിക്കുമ്പോൾ അവൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചുകൊള്ളി. ഇത്രത്തോളം സമയം എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. തുടർന്നും ക്ലാസ്സുകൾ മുന്നോട്ട് പോകാൻ ദൈവം എനിക്ക് ബലം തരട്ടെ. ഞാൻ എന്നും പറയുന്നൊരു കാര്യമാണ്, എൻ്റെ ഹൃദയത്തിനകത്തുനിന്ന് പൊന്തി വരുന്ന കാര്യമാണ്, ഭാരതം ഒരു വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. നിങ്ങളും അതിലംഗമാകൂ, പ്രാർത്ഥിക്കൂ. നമ്മുടെ തലമുറയിൽ അത് കാണാൻ സാധിക്കും. ദൈവത്തിന് മഹത്വം.